എന്തായിരുന്നു അഹങ്കാരം നമ്മുടെ ആദില നൂറയുടെ. ടോപ്പ് ഫൈവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് ഇത് ഇന്നലെ ലാലേട്ടൻ വന്നത് പൊള്ളിച്ചടക്കിയപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. അതായത് ടോപ്പ് ഫൈവിലെത്താനുള്ള സമയമായിട്ടില്ലല്ലോ, തീരുമാനിക്കാൻ സമയമായിട്ടില്ലല്ലോ. അത് വോട്ടിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണല്ലോ ടോപ്പ് ഫൈവിലേക്കൊക്കെ ആളുകളെ തെരഞ്ഞെടുക്കുക. ടോപ്പ് ഫൈവിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന ദിവസങ്ങളോളം ആവണം. ഇനി ഒരു എവിഷൻ കൂടി ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് ഫൈവ് എന്ന് ലാലേട്ടൻ തുറന്നു പറഞ്ഞത് കൊണ്ടാണ് ടോപ്പ് 6 ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ടോപ്പ് 5 ആണ്, 5 പേരേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ടോപ്പ് 10 എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയാണ് നിർത്തിക്കൂടെ. ടോപ്പ് 5 ആണ്. ഇപ്പൊ ഏതൊരു മത്സരത്തിലും ടോപ്പ് 5 5 ആൾക്കാരെയാണ് തെരഞ്ഞെടുക്കാറ്. ഇവിടെ 5 ആളില് 100 ഉണ്ടാവോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ടോപ്പ് 1 ആയിട്ട് എത്തുമോ? ഇല്ല, ഒരിക്കലും അവിടെ എത്താൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടോ, ലാലേട്ടൻ അത് പൊളിച്ചടക്കുന്നുണ്ട്. എന്താ പറയാ, ഫിനാലെ വീക്കിലേക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കണം. ആരോ ഫൈനൽ ഫൈവിലേക്ക് വന്ന അഹങ്കാരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആരാണ്? ആരെങ്കിലും പറയുമ്പോ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഇപ്പൊ എന്തായി, മോന്ത എളിഞ്ഞില്ലേ? എനിക്കത് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് കേട്ടോ. ടോപ്പ് 5ലേക്ക് ഒറ്റയടിക്ക് ആളുകളെ തെരഞ്ഞെടുക്കുക. അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ? അനീഷേട്ടൻ, അനുമോള്, ഷാനവാസ്, അക്ബർ, ഈ 4 പേർക്ക് എന്തായാലും നല്ല വോട്ടുണ്ടാവും. ഇവർ ഈ 4 സ്ഥാനം അലങ്കരിക്കും, ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട. ഇനി ബാക്കിയുള്ള ആളുകളിൽ 1 നൂറയാണ്, 2 ആദില, അതേപോലെ തന്നെ നവീൻ. ഇത്ര ആളല്ലേ ഉള്ളൂ ഇവിടെ. ഇവരിൽ ആരാണ് 5ാമത്തെ ആള് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അത് ജനങ്ങൾ കണ്ടെത്തിക്കോളൂ. അനുമോൾ ഫിനാലെ വീക്ക്, ഫൈനൽ 5 അല്ലേ? ഫിനാലെ വീക്കിലേക്കല്ലേ തെരഞ്ഞെടുത്തിരിക്കുന്നത്? എല്ലാവരും അല്ല, ആദ്യം ഫിനാലെ വീക്ക് തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് ലാലേട്ടൻ തന്നെ ലാസ്റ്റ് ആഴ്ച പറഞ്ഞപ്പോ ഞങ്ങള് വിചാരിച്ചു ഫൈനൽ ഫൈവിലേക്ക് തെരഞ്ഞെടുത്തെന്ന്. അല്ല, അതല്ല, അതൊരു ഇമ്മ്യൂണിറ്റി ആണ് ലാസ്റ്റ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു ഫൈനൽ 5 ആയിരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷെ ലാലേട്ടൻ ഇപ്പൊ തെറ്റി തിരിച്ചു തന്നപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ട, വീണ്ടും സന്തോഷം. അല്ല പിന്നെ എന്തിനാ വെറുതെ തെറ്റിദ്ധരിക്കുന്നത്? ഇവിടെയുള്ള ആളുകൾ തന്നെ ചോദിച്ചാണ്, ഇവര് ബിഗ് ബോസിന്റെ അകത്തിരുന്ന് പറഞ്ഞു ടോപ്പ് 5 ടോപ്പ് 5 എന്ത് ടോപ്പ് 5 അങ്ങനെ നേരെ ടോപ്പ് 5 ആരും എത്തിക്കില്ല. അതിപ്പോ ആര്യൻ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ടോപ്പ് 5 എത്തിക്കില്ല. തീർച്ചയായിട്ടും അതിനൊക്കെ അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. വോട്ട് തന്നെയാണ് അതിന്റെയൊക്കെ മാനദണ്ഡം. അത് അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പലപ്പോഴും വോട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ആളുകൾ ഒഴിവാക്കുന്നത് ചോദിച്ചാൽ ആണോ അല്ലേ ഉവ്വോ ഒന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഫൈനൽ 5ലേക്കല്ല അങ്ങനെ ആരും കാര്യം. അത് കഴിഞ്ഞിട്ടല്ലേ അവിടെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് ഫൈനൽ 5ലേക്ക് തെരഞ്ഞെടുത്തതിന്റെ അഹങ്കാരം കേട്ടോ. ഇരിക്കാം. ആ മുഖത്തൊന്നും ഒരു തുള്ളി ചോരല്ല. അയ്യോ ലാലേട്ടോ ടോപ്പ് 5 എന്നിവരെല്ലാരും പറഞ്ഞതാണ്. ലാലേട്ടോ അതന്നെയാണ് ഞാനും പറഞ്ഞേ എന്നും പറഞ്ഞ അതിൽ നീച്ച് നടക്കുന്നുണ്ട്. അഹങ്കാരം വല്ലാണ്ടുണ്ടായിരുന്നു, അതിന് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നെവിന് നല്ലൊരു ചാൻസ് ലാലേട്ടൻ കൊടുത്തു. മണി വീക്കിൽ ആൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് താങ്കൾക്ക് ഒരു ചെറിയ ചാലഞ്ച് തരാം. ഇവരെ കാറിൽ പുറത്തു പോയിട്ട് ഓടിച്ചു നിർത്ത പരിപാടിയില്ലേ, ആ ഒരു സാധനം ടൈമിനുള്ളിൽ തിരിച്ചു വരാനുള്ള, അത് എപ്പിസോഡിൽ ഉണ്ടാവുള്ളൂ, ലൈവിൽ ഉണ്ടാവുള്ളൂ തോന്നുന്നു, ഇതിലുണ്ടാവില്ല തോന്നുന്നു. ആ ഒരു സാധനമാണ് ആൾക്ക് കൊടുത്തിട്ടുള്ളത്. അത് ആള് ചിലപ്പോ അടിപൊളിയായിട്ട് നടത്തും, ചിലപ്പോ അയാൾ ചിലപ്പോ ആ ഒരു കാര്യത്തിൽ ചിലപ്പോ പുറത്താക്കും. സാധ്യതയുണ്ട്. ടോപ്പ് 5ലേക്ക് അതിലെ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റണം ആഗ്രഹം ഉണ്ടാവുകയെ, അപ്പൊ ചിലപ്പോ സാധ്യതയുണ്ട്. അല്ല, എന്താ സംശയം ഉണ്ടോ? അതിലേക്ക് സംശയമുണ്ടോ? ഇല്ല, ഇപ്പോഴാണ് ലാലേട്ടൻ ക്ലിയർ ആയത്. ഫൈനൽ 5 ആണെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ചിരിക്കാൻ ആര് പറഞ്ഞു? ഇല്ല, നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളെല്ലാരും തെറ്റിദ്ധരിച്ചു. അതായത് ആ വീക്കിലേക്കുള്ള ഒരു ടിക്കറ്റ് ഫിനാലെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ഫൈനൽ 5ൽ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫിനാലെ വീക്കിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ഇതില് ഒന്ന് എണീറ്റ് നിൽക്കൂ. അതായത് ഈ ആഴ്ചയിലും അവര് നോമിനേഷനിൽ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. വെറുതെ എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞ് പടച്ചു വിട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അഹങ്കാരത്തിന് കൈയും കാലും മുളച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനൊരു തീരുമാനമായില്ലേ. എല്ലാ ഗെയിമിലും വിജയിച്ചു എന്ന് കരുതിക്കൊണ്ട് അവിടെ എത്തിയിട്ട് കപ്പടിച്ചു പോകാനൊന്നും ആരും വിചാരിക്കരുത്. വോട്ട് എന്ന് പറയുന്ന ഒരു മായാജാലമുണ്ട്. ആ മായാജാലം പലപ്പോഴായിട്ട്, അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ 8-9 ലക്ഷം വോട്ട് വാങ്ങിയ ഒരു മനുഷ്യനാണ് അഖിൽ മാരാറ്. അത്ര വോട്ടൊക്കെ ആരെങ്കിലും നേടാൻ കഴിയുമോ വെച്ചാൽ ഈ സീസണിൽ അതൊക്കെ നടക്കണമെങ്കിൽ അത്ഭുതം സംഭവിക്കേണ്ടി വരുന്നുള്ളതാണ്. കാരണം ഇപ്പൊ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഈക്വാലിറ്റി ഉണ്ട് വോട്ടിനൊക്കെ. അനീഷേട്ടന് ടോപ്പ് ആണെങ്കിൽ ഷാനവാസുക്കയും അനുമോളും അതേപോലെ അക്ബറിനൊക്കെ അത്യാവശ്യം 100 അത്യാവശ്യം ആ ഒരു രീതിയിൽ ഏകദേശം ഒരേ രീതിയിലുള്ള വോട്ടുണ്ടാവും. പിന്നെ മഴവില്ലുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് എങ്കിൽ 7 വർണ്ണങ്ങൾ ചേർത്ത് വെച്ചുള്ള പരിപാടി ആയതുകൊണ്ട് ചിലപ്പോ
സാബുമാന്റെ കൂടെ തന്നെ അടുത്ത മിഡ് വീക്ക് വിഷനോ അല്ലെങ്കിൽ പണം എടുക്കാൻ പോയ നമ്മുടെ ചങ്ങായി ഔട്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ടറിയാം. ഇന്നലത്തെ എപ്പിസോഡ് എന്തായാലും വളരെ എന്റർടൈനിങ് ആയിരുന്നു. ലാലേട്ടന്റെ ലുക്ക് കണ്ടില്ലേ, കിഡിലനായിട്ടുണ്ട്. തടിയൊക്കെ കുറഞ്ഞ ആള് സുന്ദരനായി. പിന്നെ തമാശകൾ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ. ഇങ്ങനെ തന്നെ ആവുമല്ലോ ഇനി മുന്നോട്ട് പോവാ. പക്ഷെ ഇങ്ങനെ ആവില്ല മുന്നോട്ട് പോകാന്നാണ് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ അവിടെ ഒരു തീപ്പൊരി ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാതെ, അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയാതെ, എല്ലാ കാര്യത്തിലും കറിയിൽ ഉപ്പ് കുറവാണെന്ന് ഉറക്കെ പറിച്ച് പറയുന്ന ആൾക്ക് അനീഷേട്ടന്റെ മുഖത്ത് നോക്കി അനീഷേട്ട നമ്മൾ സുഹൃത്തുക്കളായി തന്നെ തുടരും. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചേട്ടനെ ചേട്ടനായിട്ടേ കാണാൻ പറ്റുള്ളൂ, എന്റെ സ്വന്തം ചേട്ടനായിട്ട്, അതായത് സഹോദരനായിട്ട് പറയായിരുന്നു. ഇത് ആദിലയോട് കിടന്ന് പറയുന്നു, ഇയാളോടൊന്നും പറയുന്നില്ല. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇനിയൊക്കെ ലൈവിൽ നമുക്ക് കണ്ടറിയാം. അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ ആയിട്ട് പോൾ.